സെൻട്രൽ ഗവൺമെന്റ് എന്തായാലും നമ്മുടെ പ്രൈവസി ഇല്ലാണ്ടാക്കിയിട്ട് ഇറങ്ങും. സഞ്ചാർ സാഥി ആപ്പ് ഫ്ലോപ്പ് ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചാണ് നമ്മൾ രക്ഷപ്പെട്ടത്. നമ്മുടെ ടെലികോം ഓപ്പറേറ്റേഴ്സ് പുതിയൊരു പ്രപ്പോസൽ സർക്കാരിന്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ മൊബൈൽ യൂസേഴ്സിന്റെയും GPS 24/7 ഓൺ ആയിരിക്കും. അത് ഒരു രീതിയിലും ഓഫ് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു, ഇതെല്ലാം ഇനി സർക്കാരിന്റെ നിരീക്ഷണത്തിലായിരിക്കും. നിങ്ങളുടെ പ്രൈവസി ഇല്ലാണ്ടാവുകയാണ്. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഡെമോക്രസി ഉള്ള ഒരു രാജ്യത്തും ഇതുപോലത്തെ ഒരു നിയമം കൊണ്ടുവന്നിട്ടില്ല. സാംസങ്, ആപ്പിൾ പോലെയുള്ള കമ്പനികൾ ഇത് എതിർത്തോണ്ട് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ മാപ്സ് യൂസ് ചെയ്യാൻ മാത്രമേ GPS അലൗ ചെയ്യാറുള്ളൂ. ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ പ്രൈവസിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് ഈ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ടെക്നോളജിയുടെ മിസ്യൂസ് ആയിരിക്കും. ഇതിൽ പലർക്കും തർക്കം ഉണ്ടാവും. ഗൂഗിളിന്റെ അടുത്തൊക്കെ നമ്മുടെ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ളതല്ലേ. പക്ഷെ അതുപോലെയല്ല ഒരു സിംഗിൾ പൊളിറ്റിക്കൽ പാർട്ടിയുടെ അടുത്ത് രാജ്യത്തുള്ള ആൾക്കാരുടെ ഡാറ്റ ഡീറ്റെയിൽസ് പോകുന്നത്. അത് വലിയൊരു ത്രെട്ട് തന്നെയാണ്. ചിലപ്പോൾ ആ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് ന്യായം പറയുമായിരിക്കും. ഇപ്പൊ സഞ്ചാർ സാഥി ആപ്പ് കൊണ്ടുവരാൻ നോക്കിയ സമയത്തും പറഞ്ഞത് ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന്. നമ്മുടെ പേഴ്സണൽ ലൈഫിലോട്ട് കടന്നു കയറിയിട്ട് കിട്ടുന്ന സേഫ്റ്റി നമുക്ക് എന്തായാലും വേണ്ട. ഇതിലിപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ പറയും.